ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ ചില നേതാക്കൾ ശ്രമം നടത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിന്റെ ചില പരാമർശങ്ങളിൽ വിമർശനവുമായി എത്തിയത് മറ്റു പാർട്ടിക്കാരല്ല, സാക്ഷാൽ കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അതായത് ഉദിത് രാജ്. തരൂർ BJPയുടെ സൂപ്പർ വക്താവാണെന്നാണ് ഉദിത് രാജ് ആരോപിക്കുന്നത്. BJP നേതാക്കൾ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തുന്നതിനേക്കാൾ ശക്തമായാണ് കോൺഗ്രസ് MP ആയ തരൂർ പുകഴ്ത്തുന്നതെന്നാണ് ഉദിത് രാജ് പരിഹസിച്ചത്. പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന യോഗത്തിൽ തരൂർ നടത്തിയ പരാമർശങ്ങളാണ് ഉദിത് രാജിനെ ചൊടിപ്പിച്ചത്. പ്രതിനിധി സംഘത്തിലെ എല്ലാ അംഗങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണെന്നും എന്നാൽ ദേശീയ ലക്ഷ്യത്തിൽ ഐക്യപ്പെടുന്നുവെന്നും തരൂർ പരാമർശിച്ചിരുന്നു. ഇതിലെന്താണ് തെറ്റ്? കോൺഗ്രസ് MP ശശി തരൂർ BJPയുടെ സൂപ്പർ വക്താവാണ്. BJP നേതാക്കൾ പറയാത്തതുപോലും പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി ശശി തരൂർ സംസാരിക്കുന്നു. മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തതെന്ന് തരൂരിന് അറിയുമോ? BJP ഇന്ത്യൻ സായുധ സേനയുടെ ക്രെഡിറ്റ് എടുക്കുന്നു. ഇങ്ങനെ പോകുന്നു ഉദിത് രാജിന്റെ വിമർശനങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ളവയിലെ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാൻ US, UK, ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് 5ഉം 6ഉം അംഗങ്ങൾ വീതമുള്ള 8 സംഘത്തെ കേന്ദ്രം അയച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനും സർക്കാർ പ്രതിനിധിയും ഈ സംഘങ്ങളിൽ ഒപ്പമുണ്ട്. മെയ് 22, 23 തീയതികളിൽ പുറപ്പെട്ട സംഘം ജൂൺ ആദ്യവാരം തിരിച്ചെത്തും. ശശി തരൂരിനെ സംഘത്തിൽ ചേർത്തപ്പോഴേ ചില കോൺഗ്രസ് നേതാക്കൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയതാണ്. ശശി തരൂർ എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് കോൺഗ്രസ്സുകാർ ചിന്തിക്കും. അത് പോസിറ്റീവായി ചിന്തിക്കാൻ ഇവർക്ക് മനസ്സില്ല. അതിന് ശശി തരൂർ എന്ത് പഴച്ചു? ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കൂടെ നിർത്തുന്നതിന് പകരം അസൂയയും ജലസിയും മൂത്ത് പുകച്ചു പുറത്തു ചാടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ശശി തരൂർ പുറത്തു പോയാൽ നഷ്ടം തരൂരിനല്ല, കോൺഗ്രസിന് മാത്രമാണ്. തരൂർ ഇന്ന് BJPയിൽ ചെന്നാൽ മാന്യമായ സ്ഥാനം കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യും, ഒരു സംശയം വേണ്ട. കോൺഗ്രസ്സുകാരുടെ ഏത് ഞാഞ്ഞൂലിന്റെയും ആട്ടും തൊപ്പും സഹിച്ച് തരൂർ ഇവിടെ നിൽക്കുന്നത് ഒരു ബലഹീനതയായി കരുതരുത്. അതുകൊണ്ട് ആലോചിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയണം. ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തരൂരിന്റെ അത്രയും വിവരവും ബോധവും ലോകപരിചയവും വേറെ ആർക്കുണ്ട്? ഈ പരിഹസിച്ച ഉദിത് രാജ് ആരാണെന്നും എന്താണെന്നും എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും സാധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം. പാർട്ടിയിലുള്ളവരെ ഓടിച്ചുവിടാനല്ലാതെ പാർട്ടിയിലേക്ക് ആരെയെങ്കിലും കൊണ്ടുവരാൻ ഈ പരിഹാസികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവനെയൊക്കെ കണ്ടോണ്ട് ആരാ പാർട്ടിയിലോട്ട് വരുന്നത്? ഉള്ളവർ കൂടി ഓടി രക്ഷപ്പെടും.